പുതുകനവോ പനിമതിമുഖിനി പരിണയമണയേ വസന്തങ്ങൾ നെയ്തും കൊണ്ടേ ചിരികളിലലിയേ കതിർ മണ്ഡപം തീർത്തെന്നോ കരളിലെ വനിയിൽ വിളിക്കുന്നു നിന്നെ ഞാനും വിളക്കായി മാറില്ലേ നിലവിലെ മഷിയാ കാറ്റും മെല്ലെ കൂടെ പോന്നേ നന്മകൾ നേർന്നും കൊണ്ടേ നെറുകിൽ തൊട്ടേ തൂമഴക്കാലം പോലെ സ്നേഹം പെയ്തേ നല്ലൊരു നേരം നെഞ്ചിൽ നിറവാകുന്നേ കരിമിഴി നിറയെ ഒരു പുതുകനവോ പനിമതിമുഖിനി പരിണയമണയേ വസന്തങ്ങൾ നെയ്തും കൊണ്ടേ ചിരികളിലലിയേ കതിർ മണ്ഡപം തീർത്തെന്നോ കരളിലെ വനിയിൽ വിളിക്കുന്നു നിന്നെ ഞാനും വിളക്കായി മാറില്ലേ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹിതരാകുന്ന ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മശക്തിയാൽ ഈ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടത്ത് എപ്പോഴും നല്ല സന്തോഷത്തോടും ഐക്യത്തോടും കൂടെ ഈ കുടുംബജീവിതം നയിക്കുവാനുള്ള കൃപ ഈ മക്കൾ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി.
സങ്കീർത്തനം 91. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകുകളുടെ കീഴിൽ നിന്ന് നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുഭാഗത്ത് 10,000. എങ്കിലും നിനക്ക് അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ മാസമർപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും. ഇവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. இரவிலே நான் படுக்கும் போது மடியில் சாயும் நீடி, அந்த நினைப்பிலே நீ மாயும் போது தூங்க முடியல ஏனடி. മഞ്ഞു മൂടും മന്ദാരം, തെന്നൽ മൂളും കിന്നാരം, ചാഞ്ചാടും മൗനരാഗം.
തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്രനിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ ധീരനാധീ തനനാദൃതിദോ തനനാദൃതിദോ തനധീരനാ തനധീ തനനാദീരനാദീ തനധീരനാദീ തനനാദൃതിദോ इश्क है 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 മഴ പെയ്ത നേരം മലർപൂത്ത നേരം മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം മഴ പെയ്ത നേരം മലർപൂത്ത നേരം മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം ഈ നിലാവിൽ നിന്റെ ചന്തം നോക്കി നിന്നൊരു ചന്ദ്രനും എൻകിനാവിൻ മഞ്ചലിൽ വെൺപ്രാവ് പോൽ കുറുകുന്നുവോ മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ മഞ്ഞു മൂടും മന്ദാരം തെന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്രനിമിഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ജനങ്ങൾക്കായി കാക്ഷിക്കുകയും
ചെയ്യുന്നു. അകൃത്യത്തിൽ നിന്നകന്ന് നന്മ ചെയ്യവൻ സമാധാനം തേടി അതിനെ തുടരുവൻ. വിസമാധാനമായ കണ്ടെത്താൻ വഴിവരുത്തിയ കർത്താവേ, വിവാഹവാഗ്ദാനത്തിനായി ദാസരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേയാണ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചും എന്ത് ധരിക്കും എന്ന ശരീരത്തെ കുറിച്ചും നിങ്ങൾ ഉത്കണ്ഠാകുലനാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമാണ്. ആകാശപ്പറവകളെ നോക്കി അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളത്തുറയിൽ ശേഖരിക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിക്കൊണ്ടു. അവയെല്ലാം എത്രയോ വിലപ്പെട്ടതാണ്. ഉൾക്കണ്ട കൂടെ ആയുസ് ഒരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും സ്വാധീനമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലമാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൊഴുകുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിൽ ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതമായിരുന്നില്ല. ഇതിനുള്ളത് നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നില്ല. ആത്മവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട.
വിചാരികയാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആരുടെയും ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാന കഥാപാത്രങ്ങളായ സമ്മതങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെടുക്കുന്ന ഈ സമ്മതങ്ങളിൽ വലിയൊരു ഉദാസയും ഉടപ്പടിയുമാണ്. വിശുദ്ധ കൂദാശ, വിവാഹം എന്ന കൂദാശയിലുള്ള ഒരു മുന്നൊരുക്കമാണ്. നമുക്കതറിയാം. വിവാഹം നമുക്ക് അറിയാം, ഉടമ്പടിയും കൂദാശയുമാണ്. സ്നേഹത്തിൽ നാം പങ്കുചേരുന്നു. അതോടൊപ്പം കർത്താവിന്റെ സൃഷ്ടികർമ്മത്തിൽ നാം ഭാഗമാകുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് നാം കടക്കുമ്പോൾ നമുക്കറിയാം, ഈ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഏർപ്പെടുത്താനില്ല, ദൈവം യോജിപ്പിച്ചതാണ്. നമുക്ക് ഏർപ്പെടുത്താനുള്ള കഴിവില്ല, കടമയില്ല. ദൈവങ്ങളെ എപ്പോഴും ഒന്നായിരിക്കുക, എപ്പോഴും പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഐക്യത്തിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള ഒരു സമ്മതമാണ് ഇത്. ദൈവങ്ങളെല്ലാവരെയും സമർപ്പണമായിരിക്കട്ടെ. ഒരു കൊച്ചു അതുകൊണ്ട് സമർപ്പിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ കുടുംബത്തിൽ വിളക്കുന്ന സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ടുള്ള ഒരു അന്തരീക്ഷം അവരെ അടുത്തേക്ക് ആദ്യം മേരി മാതാവ് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമാണ്. അമ്മയോട് ആ പരിശുദ്ധം ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കുടുംബത്തെ കൂടുതൽ വീക്ഷിക്കുന്നു. ഇവിടെ വിളങ്ങിയിരിക്കുന്ന സമാധാന സന്തോഷത്തിൻ്റെ രഹസ്യം ദക്ഷിണ വളരെ മുസ്ലിം ചിരിച്ചുകൊണ്ടുമാണ്. അത് ഇവിടെയുള്ള ഉണ്ണിയേശുവയും മുസ്ലിമാവും. അപ്പോൾ വീണ്ടും അഭിജിതൻ അടുത്തേക്ക് മുസ്ലിമാരുടെ എന്താണ് ചോദ്യമാണ് ആവർത്തിച്ചു. എന്താണ് ഈ സന്തോഷത്തിൻ്റെ, ഈ സമാധാനത്തിൻ്റെ രഹസ്യം? അത് വേറൊന്നുമല്ല, ഇനി ആഘോഷമായോ അടമറ്റത്ത് വിളിച്ചുകൊണ്ടിരുന്ന ഉണ്ണീശോയോട് ആ പരിചയം ചോദിച്ചു, എന്താണ് ഇവിടെ വിളങ്ങിയിരിക്കുന്ന ഒരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദൈവാനുഭൂതിയുടെ ഒരു കാരണം? ഉണ്ണീശോ പറഞ്ഞു, അത് ഞാനല്ല, എൻ്റെ അമ്മയും മകനും മുസ്ലിമാവും മാതാവുമാണ്. ഇത്തരത്തിൽ വിളങ്ങിയിരിക്കുന്ന തിരുക്കുടുംബത്തിൽ വിളങ്ങിയിരിക്കുന്ന സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ പ്രധാന കാരണം ആ കുടുംബത്തിൽ ഇറങ്ങിയിരിക്കുന്ന മറ്റുള്ളവരാണ് ഏറ്റുപറയാനുള്ള രീതിയിലുള്ള ഒരു പരസ്പര ബഹുമാനവും പരസ്പര മനസ്സിലാക്കലും ഒക്കെ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് വരികയാണ്. ആ ഒരു പരസ്പര ധാരണയും പരസ്പര ഐക്യവും പരസ്പര ബഹുമാനവും സന്തോഷവും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ഡോണും മേരിയും സമ്മതം നൽകുന്നത് ഒരു കുടുംബമായിട്ട് മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി. അപ്പൊ നിങ്ങളുടെ ആ കുടുംബത്തിൽ എപ്പോഴും തിരുവനന്തപുരത്തിനെ പോലുള്ള ഈ മാതൃക സ്വീകരിക്കുവാൻ ഒരുമിച്ച് മനസ്സിലാക്കി പരസ്പരം പറഞ്ഞും കേട്ടും തിരുത്തിയും ഒക്കെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള കുടുംബമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവങ്ങളെ സമൃദ്ധമായിട്ട്
ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ അങ്ങേക്ക് പ്രിയകരമായ ജീവിതം നയിക്കുവാനായിട്ട് ഇവർക്ക് നൽകണം. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണം. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായിരിക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ അവസ്ഥയോടും പൂർണ്ണമായ സമൃദ്ധത്തോടുകൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് വിവാഹം ഉദാസയോട് നീ നിന്റെ ഭാര്യയെ സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നീയും മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് വിവാഹം ഉദാസയോട് ഡോണിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹാത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും ഇബ്രാഹീമിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹം ഉല്ലാസിക്കാനായി ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പറയാതെ വന്നിൻ ജീവനിൽ നിറമേകി അറിയാതെ മറുപാതിയായ എന്നുള്ളിൽ നീ പടരുന്നു മായാതെ. നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായേ മണ്ണിലായി നീ വാ. തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ. പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ. പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ. പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ. നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ. തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ. പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ.
വയ്യാതൊന്നു ചേർന്നില്ലേ തമ്മിലറിയുന്നേ വാക്കു തിരയാതെ കണ്ണുകളും ഒരു ചെറു ചിരിയാൽ ഇന്നു മിണ്ടുന്നേ കിനാവിൻ 100 മോഹങ്ങൾ നിനക്കായി കാത്തുവെച്ചു ഞാൻ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേവാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും പിന്നിലാകേവാ. ഞങ്ങളുടെ രാജ്യമരണം ഞങ്ങൾ തിരുമനസിലേക്ക് വാങ്ങണമേ. ധന്യവാനായ യേശുവേ, ഈ സെമിത്തേരിയിൽ ഈ കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നല്ല മനസ്സിലൂടെ ഏറെ ഓർമ്മകൾ വേദനയുടെയും സ്നേഹത്തിൻ്റെയും എല്ലാത്തിനുപരിയായിട്ട് കുടുംബത്തെ കൂട്ടായ്മയിൽ സ്നേഹത്തിലും കൂടിൻ്റെ അതിനുള്ള സ്മരണത്തിനുള്ളിലാണ് നോക്കുക. സൗണ്ട് കൂടി ആനന്ദിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയാം. ധാരാളം മക്കളുണ്ടായിത്തീരുമെന്ന് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട പദ്ധതി ജഡ സാന്നിധ്യമില്ലാതെ തന്നെ സ്വർഗീയ സാന്നിധ്യം കൊണ്ട് നീ അനുഗ്രഹിക്കുകയും ഇവരെ ആസ്വദിക്കുകയും ചെയ്യുന്നതിനുള്ള കണക്കാക്കുന്നു. ഈ ഭൂമിയിലുള്ള ജീവിതം നമ്മുടെ പൂർണ്ണതയിലെത്തുന്നത് മരണത്തിലൂടെ സ്വർഗത്തിലെത്തുന്നവരാണ്. സ്വർഗത്തിലെത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മക്കൾക്കും അവരുടെ പരിപാടികൾക്കൊക്കെ വേണ്ടി മാധ്യസ്ഥം നയിക്കാനായിട്ട് സ്വർഗീയ ആത്മാക്കൾക്ക് സാധിക്കുമെന്ന് ഞാൻ പറയുന്നു. കർത്താവേ, ആ ഒരു ചിന്ത ഞങ്ങൾക്ക് ശക്തിയായിരിക്കണമേ. ലോകത്തിൽ ഏതെല്ലാം നന്മകൾ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി വേണ്ടി ചെയ്തെല്ലാം നന്മകൾക്കും നന്ദി പറയുന്നു കർത്താവ്. ഒപ്പം തന്നെ ഞങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളവരൊന്നായിരിക്കുന്നെന്ന് വിശ്വാസ പ്രമാണത്തിലൂടെ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരനുഭവം ഈ കല്ലറയ്ക്ക് മുൻപിൽ ഞങ്ങൾ നേർന്നു കർത്താവെ, നിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കുന്ന, നിന്നോടൊപ്പം ജീവിക്കുന്ന ഈ ഇവരുടെ മക്കളെ ആശീർവദിക്കുന്നതിന് നീ അനുവദിക്കണമേ. ആശീർവദിക്കുന്നതിന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവെ. വിജയുടെ ആത്മാവിനും പിശാചിനോടൊപ്പം തന്നെ ഇവരുടെ കുടുംബ ജീവിതത്തിന് എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും മാറണമേ കർത്താവെ. നീ ജീവിച്ചു കാണിച്ചതുപോലെ ഇവരും ജീവിക്കാനുള്ള കൃപ നൽകണമേ. അതുവഴി ലോകത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ഈശോ വിജയെ സ്വർഗത്തിലേക്ക് ദൈവത്തോട് ചേർത്ത് നടത്തുന്ന പോലെ ഇവരെയും സ്വർഗീയ ജീവിതത്തിന് മുമ്പിൽ കണ്ടുകൊണ്ട് സ്നേഹത്തിൽ കൂട്ടായ്മയിൽ പരിശുദ്ധാനയിൽ വളർത്തണമേ. നമ്മുടെ കർത്താവിശ്വം ശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിജയോടും മരണപ്പെട്ടവ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഒപ്പം തന്നെ ഇന്ന ദിവസവും സന്നിഹിതരായിട്ടുള്ള എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കരിമരങ്ങൾ പൂത്ത് സുഗന്ധം പരത്തുന്ന പാലക്കാടൻ ഗിരിനിരകളിൽ താഴെ ഹരിത മനോഹരമായ ഈ നനഞ്ഞ പച്ചപ്പിലേക്ക് ഞങ്ങൾ മനസ്സും ശരീരവും ചേർത്ത് വയ്ക്കുകയാണ്. പ്രകാശം ഒരു യുദ്ധത്തിന്റെ ആരംഭത്തെ കുറിക്കുന്ന ദിവ്യമായ ഒരു പ്രതിഭാസമാണ്. ഇവിടെ ഈ അരങ്ങിൽ പവിത്രമായ 3 മിഴിതിരികളാണ് പ്രകാശിതമാവാൻ ആരംഭിക്കുക. പ്രകാശത്തിന്റെ, സ്നേഹത്തിന്റെ, നന്മയുടെ പ്രതീകാത്മകമായ തിരി തെളിയിക്കുന്നതിനായി ഇന്നത്തെ ചടങ്ങിന്റെ കാരണഭൂതരായ പ്രതിഷ്ഠ വധുവരന്മാരായ ഡോണിനെയും ലീനനെയും ക്ഷണിക്കുന്നു.
അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അപേക്ഷയുടെ സഹായത്താൽ എഴുന്നേറ്റ് ലോകത്തിൽ കൽക്കപ്പെട്ടിട്ടുള്ള എൻ്റെ അമ്മ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാൻ ദൈവമായി കേട്ടുകൊള്ളു. ആരോമൽ പൂവ് പോലെന്നിൽ പൂത്ത പെണ്ണെ പേരു ചൊല്ലുമോ ആരോരും കണ്ടിടാദൂരം ഇന്നു നീ എൻ കൂട്ടുപോരുമോ കുരുന്നു പൂങ്കവേ കുറുമ്പു പുഞ്ചിരി മുഖം തെളിഞ്ഞാൻ ഉദിക്കും കിനാവുകൾ നിറഞ്ഞു തൂവും ഇളം തേനിലാവാണിവൾ